സ്വത്ത് തട്ടിയെടുക്കാൻ മധ്യവയസ്കയെ വിവാഹം കഴിച്ച ശേഷം കൊലപ്പെടുത്തിയ ഭർത്താവിന് ജീവപര്യന്തം. തിരുവനന്തപുരം അതിയന്നൂർ സ്വദേശി അരുണിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി എം ബഷീർ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 24 വയസ്സ് പ്രായക്കൂടുതലുണ്ടായിരുന്ന കുന്നത്തുകാൽ സ്വദേശിനി ശാഖാകുമാരിയെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. 52 വയസ്സുണ്ടായിരുന്ന ശാഖാകുമാരിയെ വിവാഹം കഴിക്കുമ്പോൾ അരുണിന്റെ പ്രായം 28 വയസ്സ്. ശാഖയുമായി അടുപ്പത്തിലായിരുന്ന അരുൺ 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവും വാങ്ങിയാണ് വിവാഹത്തിന് തയ്യാറായത്. 2020 ഒക്ടോബർ 29-നാണ് വിവാഹം നടന്നത്. വിവാഹത്തിന് അരുണിന്റെ ഭാഗത്തു നിന്ന് പങ്കെടുത്തത് ഒരേ ഒരു സുഹൃത്ത് മാത്രം. കേവലം 2 മാസം പിന്നിട്ടപ്പോൾ തന്നെ ഇലക്ട്രീഷ്യനായ പ്രതി ശാഖയെ കൊലപ്പെടുത്തി. അതും മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം മീറ്ററിൽ നിന്ന് ശരീരത്തിലേക്ക് കറണ്ട് അടുപ്പിച്ച്. ശാഖയുടെ പേരിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് അരുൺ വിവാഹം കഴിച്ചതും കൊല നടത്തിയതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ പരിഗണിച്ചാണ് പ്രതിക്ക് ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത്. 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ജഡ്ജി എം ബഷീർ ഉത്തരവിട്ടു. അച്ഛൻ ഹൃദ്രോഗിയാണെന്നും വീട്ടുകാരെ സംരക്ഷിക്കാൻ താൻ മാത്രമാണ് ഉള്ളതെന്നും പറഞ്ഞ പ്രതി കോടതിയോട് ദയ യാചിച്ചു. വെള്ളറട എസ്ഐമാരായ ഡി സദാനന്ദൻ, വി രാജതിലകൻ എന്നിവർ പ്രാഥമിക അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ എം ശ്രീകുമാറാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല അജികുമാർ, അഡ്വക്കേറ്റ് മഞ്ജിത എന്നിവരാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.